ആമേൻ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. സർവശക്തനാകുന്ന യഹോവയുടെ നാമം ഇന്നും എന്നേക്ക് വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു എന്നേക്ക് സ്തുതിക്കപ്പെടട്ടെ. കൃപ ലഭിച്ച എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ക്രിസ്തു യേശുവിൽ ജ്യോത്സമായി എല്ലായിടത്തും എല്ലായ്പ്പോഴും വഴി നടത്തുന്ന ദൈവകൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യഹോവയുടെ നാമത്തിൽ നമ്മളെല്ലാം വിശദീകരിക്കപ്പെടട്ടെ. സ്തോത്രം. ഇന്ന് കർത്താവിൽ നിന്നൊരു ആലോചന നമുക്ക് ധ്യാനിക്കാം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 13-ാം വാക്യമാണ്. യഹോവ ഭക്തി ദോഷത്തെ വെറുക്കുന്നു. സ്തോത്രം. ഡംഭം, അഹങ്കാരം, ദുർമാർഗം, വക്രതളവായ എന്നിവയെ ഞാൻ പകയ്ക്കുന്നു. സ്തോത്രം. ദൈവം വെറുക്കുന്ന ചില കാര്യം, അതുകൂടാതെ സദൃശവാക്യത്തിനകത്ത് വേറെയുണ്ട് ഒരുപാട് ദൈവം വെറുക്കുന്ന സ്വഭാവങ്ങൾ. അപ്പൊ ദൈവം വെറുക്കുന്ന സ്വഭാവം ആർക്കാ ഉള്ളത്? ദുഷ്ടനാ ഉള്ളത്. സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നന്മയും തിന്മയും യഹോവ തന്നെ ഉണ്ടാക്കി എന്ന് നമ്മൾ യെശയ്യാ പ്രവാചകൻ പുസ്തകത്തിനകത്ത് പ്രത്യേക ദൈവം ഞാൻ നന്മയും തിന്മയും സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പം നന്മ കൊണ്ട് തിന്മയെ ജയിക്കണം. ഈ ഭാവങ്ങളൊന്നും നമുക്ക് പാടില്ല എന്നുള്ള വ്യക്തമായ തെളിവാണ് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞത്, എന്നെ പിന്തുടരുക. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ജീവിതമാണ് നമ്മുടെ മാർഗം. സ്തോത്രം. രക്ഷയുടെ മാർഗം എന്നതിന് പേര്, അല്ലേ? സ്തോത്രം. അപ്പം രക്ഷയുടെ മാർഗത്തിൽ നമ്മൾ നടക്കുവാണെങ്കിൽ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ, നമ്മളെ ദൈവമായ പിതാവും കർത്താവുമായ ദൈവത്തിന് വെറുപ്പുള്ളത് ഒന്നും നമുക്ക് പാടില്ല. കർത്താവ് നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ വായി ഉവ്വ് ഉവ്വെന്നും ഇല്ല ഇല്ലെന്ന് മാത്രമായിരിക്കണം. ഇത് കർത്താവ് പറഞ്ഞത് ആരോടാണ്? തൻ്റെ ശിഷ്യന്മാരോട്. നമ്മുടെ വായിൽ അതാണോ ഉള്ളത്? അപ്പം നമുക്ക് നമ്മളെ തെറ്റുകളെ തിരുത്താൻ ഈ വചനം നമ്മൾ ഉപയോഗിക്കും. അതുകൊണ്ടാണ് വചനം ധ്യാനിക്കാൻ പറയുന്നത്. വചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ ഈ വചനം ധ്യാനിച്ചുകൊണ്ടാണ് എനിക്ക് ഒരുപാട് രൂപാന്തരം വരാൻ കാരണമിടയായത്. അതിൽ തെറ്റാന്ന് കാണുമ്പോൾ ഞാനത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമേ, ഈ ദോഷം തന്നെ വിടുവിക്കണേ. അങ്ങനെ എൻ്റെ അതിരദോഷം വിടുവിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ അതിരത്തിന് എപ്പോഴും സ്തോത്രം ചെയ്യും. എൻ്റെ മക്കൾ അതിനെ സമർപ്പിച്ച് സ്തോത്രം ചെയ്യും. കർത്താവ് പറഞ്ഞത് സ്തോത്രത്തോടെ സമർപ്പിക്കുക. നമുക്ക് സ്തോത്രത്തോടെ സമർപ്പിക്കാൻ നമ്മൾ കുറവുകളാണ് സമർപ്പിക്കാനുള്ളത്. സ്തോത്രം. അപ്പോൾ സ്തോത്രത്തോടെ കർത്താവിൻ്റെ കയ്യിൽ എന്താ നമ്മൾ കൊടുക്കുന്നത്? നമ്മൾ കുറവുകളെല്ലാം കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കണം. സ്തോത്രം. കർത്താവിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും നമ്മുടെ വായാണ് നമ്മളെല്ലാം വെച്ചാൽ ജീവനും മരണം നമ്മുടെ വായിലായിരിക്കുന്നല്ലേ. സ്തോത്രം. നമ്മൾ ജീവിക്കണമെങ്കിൽ നമ്മുടെ വായാണ് അതിന് കാരണം. നമ്മൾ മരിക്കണമെന്ന് വായ കാരണം. വായിന്ന് വരുന്ന ഓരോ വാക്കിനും സ്വർഗത്തിലെ ന്യായവിധിയുടെ ദിവസത്തിൽ ഭൂമിയിൽ നമുക്കതിന് ശിക്ഷയുണ്ട്, സ്വർഗത്തിൽ അത് ചോദ്യം ചെയ്യപ്പെടും. സ്തോത്രം. അപ്പോൾ ഒരു മനുഷ്യൻ വിശുദ്ധനാകുന്നത് പോലും വായെന്ന് വരുന്ന വാക്കുകൾ നിമിത്തം. അപ്പോൾ കർത്താവ് യേശു പറഞ്ഞത് ഇങ്ങനെയാണ്. സ്തോത്രം. ഹൃദയം നിറഞ്ഞ കവിതല വായ പ്രസ്താവിക്കുന്നു. അപ്പൊ ഹൃദയത്തിൽ എന്താണ് ഇരിക്കുന്നത് അത് വായിൽ കൂടെ പുറത്തു വരുന്നു. എന്നിട്ട് കർത്താവ് യേശു ഇതുകൂടെ പറഞ്ഞു. എന്തിനു വേണ്ടി ഇത് പറഞ്ഞത്? ഒരു വിശുദ്ധനായി ജീവിക്കുന്ന ഒരു വ്യക്തി അവനവൻ തന്നെ നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാനും, നമ്മൾ എന്തെങ്കിലും ദുഷ്ടന്റെ സ്വഭാവം ഉണ്ടോ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും നമ്മൾ വാക്കിലോ പ്രവൃത്തിയിലോ ഉണ്ടോ നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാൻ പറ്റണം. സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. അങ്ങനെ അതിനെ നമ്മളിതിനെ എടുത്ത് കളയണം. കർത്താവ് യേശു പറഞ്ഞു, നിങ്ങൾക്ക് എന്താണ് ഇറച്ചി ഉണ്ടാകുന്നത് അതിൽ നിങ്ങൾ വെട്ടിക്കളാം. കയ്യും കാലം നമ്മൾ വാളെടുത്ത് വെട്ടിക്കളയാനല്ല പറഞ്ഞത്, അതിനെ നമ്മൾ എടുത്ത് കളയണം, അതിനെ വെട്ടിക്കളയണം ഇതിനെ. സ്തോത്രം. എന്നാൽ മാത്രമേ നമ്മൾ സ്വർഗരാജ്യത്തിന് സ്തോത്രം കടക്കത്തുള്ളൂ. സ്നാനപ്പെടാത്ത ഒരാളും സ്വർഗരാജ്യത്തിൽ പോകത്തില്ല എന്ന് പ്രസംഗിക്കുന്നവരെ കാണാൻ പറ്റും. സ്തോത്രം. ദൈവനാഥന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവമക്കളെ, നമ്മൾ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയിലും സഹവാസത്തിലാണോ വസിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പരിശുദ്ധാത്മാവ് ആരുടെ കൂടെ വസിക്കത്തുള്ളൂ? വിശുദ്ധന്മാരുടെ കൂടെ. വിശുദ്ധ ജീവൻ നയിക്കണം. വിശുദ്ധ ജീവൻ നയിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ്? ബൈബിള് കാണാപ്പാടം പഠിച്ച് പ്രസംഗിക്കുന്നത് വിശുദ്ധ ജീവൻ നയിക്കുന്ന ഒരു ഭാവമല്ല. അത് നമ്മളെ ജീവിത മാതൃക നമുക്ക് വെളിപ്പെട്ട് വരണം. ചിലവര് പറയുന്ന ആവരണം ഊരിയ നമ്മൾ വിശുദ്ധന്മാരായിരുന്നു. അതും തെറ്റാണ്. നമ്മളെ ഹൃദയത്തില് എല്ലാ ഇതും നിറഞ്ഞിരുന്നിട്ട് അതേ നമ്മളെ വായിൽ എപ്പോഴും വരുന്നുള്ളൂ. സ്തോത്രം. ഇങ്ങനെയുള്ള ആൾക്കാരെ നിന്ന് പള്ളിക്കകത്ത് കാണാൻ പറ്റുന്നത് ഭൂഷണം, അഹങ്കാരം, ഏത് പ്രസംഗം എടുത്താലും മറ്റുള്ളവരെ കുത്തി പറയുക. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. അവരോ ഇവരോ എവിടെ എന്തോ പ്രസംഗിച്ചോട്ടെ, ഇത് നമ്മൾ നിൽക്കുന്നവർക്ക് നമുക്ക് പ്രസംഗിക്കേണ്ട കാര്യമുണ്ടോ? നമുക്ക് ഇതിന് ആവശ്യമില്ല. അപ്പൊ അതല്ലേ എന്ത് സ്വഭാവമാണ്? അതൊന്നും ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. സ്തോത്രം. ദൈവനാഥൻ. അപ്പോസ്തലന്മാർ ആരും ഒരിക്കലും എവിടെയും അങ്ങനെ ഒരു ഇതായിട്ട് ലേഖന പുസ്തകത്തിനകത്ത് എഴുതിയിട്ട് ഞാൻ വായിച്ചിട്ടില്ല.
സ്തോത്ര ദൈവമക്കളെ, നമ്മൾ ഉയർത്തേണ്ടത് യേശുവിൻ്റെ നാമത്തെയും യേശുവിൻ്റെ പ്രവൃത്തികളെയും ദൈവത്തിൻ്റെ സ്നേഹത്തെയും അവൻ്റെ ശിക്ഷാവിധികളെ. അപ്പം ജനത്തിന് പാപബോധനം കൊടുക്കേണ്ടത്, പ്രബോധനം കൊടുക്കേണ്ടതൊക്കെ നമ്മളാണെങ്കിൽ നമ്മൾ ഉള്ളിനകത്ത് ഇതാണ് ആദ്യം വരേണ്ടത്. സ്തോത്ര ദൈവനാഥത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ ഒരു കാര്യമുണ്ട്. സാത്താൻ്റെ പള്ളിക്കാരായവരുടെ ഭൂഷണവും അറിയുന്നു. എന്നാൽ ഇപ്പോൾ കാണുന്ന പള്ളിക്കകത്തല്ല നിങ്ങൾ പോയി നോക്കി, അവിടെ ഭൂഷണം പറയുന്നതേ കേൾക്കാനുള്ളൂ. അവിടെ ജ്ഞാനത ഭാവം, ഉന്നത ഭാവം, നികളഭാവം, അങ്ങനെ എന്തെല്ലാം ഭാവം കാണാം. അപ്പം അതാരുടെ പള്ളിയാണ്? അത് സാത്താൻ ഇരിക്കുന്ന പള്ളിയാണ്. ചില അതിനെ നയിക്കുന്ന ആ വ്യക്തിക്കകത്ത് ദുഷ്ടന്റെ സകല ഭാവങ്ങളും ഉണ്ടെങ്കിൽ ദൈവമക്കളെ, നമ്മൾ അവരുടെ കീഴിൽ പോകാനും പാടില്ല, നമ്മൾ അവരുടെ കീഴിൽ തലയേൽപ്പിച്ചു കൊടുക്കാനും പാടില്ല. ചില അവരുടെ ഉള്ളിലിരിക്കുന്ന മുഴുവൻ ദുഷ്ടതയാണ്. ഇവിടെ നമ്മളിപ്പോൾ വായിച്ചു എന്നതാണ് യഹോവ ഭക്തി ദോഷത്തെ വെറുക്കുന്നത്. അപ്പോൾ അവരുടെ ഉള്ളിൽ യഹോവയുടെ ഭക്തിയില്ല, അവരുടെ ഉള്ളിൽ യഹോവയുടെ ഭയമില്ല, ദൈവം എന്നുള്ള കൺസെപ്റ്റ് ഒരു ഉള്ളിലില്ല. അവരുടെ ഉള്ളിൽ എന്താ ഉള്ളത്? ജനത്തിൻ്റെ ദ്രവ്യത്തെ എങ്ങനെ കവർന്നെടുക്കാം എന്ന്. ആടുകളെ മേയിച്ചിട്ട് ആടുകളെ പാല് കറന്ന് കുടിക്കുന്ന സാത്താൻ്റെ പള്ളിക്കാരെ നമ്മൾ കാണുന്നത്. സ്തോത്രം ദൈവമക്കളെ, കർത്താവ് യേശുക്രിസ്തു പള്ളി പണിഞ്ഞിട്ടില്ല, കർത്താവ് യേശുക്രിസ്തു പള്ളി സ്ഥാപിക്കാൻ പറഞ്ഞില്ല. പള്ളി തന്നെ മലയാളം അല്ലേ? അപ്പോൾ സ്വതന്ത്രം ആയിക്കോട്ടെ. എനിവേ, കർത്താവ് യേശുക്രിസ്തു വിശുദ്ധ മേശയോടുകൂടെ ചേർത്തിട്ട് ജനത്തെ ഒരു മേശയ്ക്കകത്ത് ഒരു അപ്പത്തിൻ്റെ അംശികളായി തീർത്തു. ദൈവസഭയാണ് ദൈവസഭ. പേര് ദൈവസഭ എന്നാണ് പേര്. ദൈവത്തിൻ്റെ പള്ളി എന്നല്ല പേര്, ദൈവസഭ എന്നാ പേര്. സ്തോത്രം ദൈവമക്കളെ, നമ്മുടെ ഉള്ളിൽ ദൈവഭക്തിയാണോ ഉള്ളത്, അതോ ഭൂഷണം പറച്ചിലാണോ ഉള്ളത്? വേറൊരു കാര്യം കൂടെ, ദൈവാത്മാവ് എനിക്ക് തന്നെ ഉള്ള ദോഷമായിരുന്നത്. സ്തോത്രം, വിരൽ ചൂണ്ടുന്നത്, ഭക്ഷണത്തിൽ സംസാരിക്കുന്നത്, അവർ ചെയ്തു ഇവർ ചെയ്തു, അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, ഇതൊക്കെ എൻ്റെ സ്വഭാവത്തിലുണ്ടായിരുന്നു. ഈയിടെ വരെ ഉണ്ടായിരുന്നു. കുറച്ച് 2-3 മാസം വരെ മുമ്പേ വരെ എനിക്കുണ്ടായിരുന്നു. അത് നമ്മൾ ജഡത്തിൻ്റെ കുറവില്ലാത്തൊരു മനുഷ്യനില്ലല്ലോ, നമ്മൾ പറഞ്ഞു പോന്നു. ആദാമ്യ സ്വഭാവം നമുക്ക് പാടില്ല. ഹവ്വ ആദ്യം മുതൽ വിരൽ ചൂണ്ടി, പാമ്പ് തന്നു ഞാൻ തിന്നു, ആദം പറഞ്ഞു ഹവ്വ തന്നു ഞാൻ തിന്നു. ഇതുപോലെ അവർ നിമിത്തം ഇവർ നിമിത്തം ഇത് നമ്മുടെ ജീവിതത്തിൽ വിരൽ ചൂണ്ടുന്ന ഭക്ഷണത്തെ സംസാരിക്കുന്നു. നിന്റെ ഇടയിൽ നിന്ന് നീക്കിക്കളാൻ ദൈവം എന്നോട് 3 മാസം മുമ്പേ സംസാരിച്ചു. എന്നാൽ ഞാനോട് ദൈവം ഇതൊരു മഹാപാപം, ഇതെൻ്റെ മുമ്പിൽ നിന്ന് പാടും. അതുകൊണ്ട് ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ആരോടധികം ഫോണിൽ ടോക്കിംഗ് ഇല്ല, ആരും ആവശ്യമില്ലാതെ വിളിക്കത്തില്ല, ആരോടും ഒരു സംസാരത്തിന് ഇടപെടാറില്ല. എപ്പോഴും സ്തോത്രവും പാട്ടുപാടിയും പ്രാർത്ഥിച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം 1-2 മാസമായിട്ട് നമ്മളെ തന്നെ സൂക്ഷിക്കണം, നമ്മളെ നാവിനെ സൂക്ഷിക്കണം. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒരു ഭാവമോ എന്തെങ്കിലും അത് കർത്താവിന് ഇഷ്ടമില്ലാത്തതാണെങ്കിൽ ദൈവമക്കളെ, നമ്മളെ പ്രാർത്ഥനയ്ക്ക് ദൈവം പ്രസാദിക്കത്തില്ല. നമ്മുടെ അരിഷ്ടതയിൽ, നമ്മുടെ വിഷമത്തിൽ ദൈവത്തോടെ കരുണ കാണിക്കത്തില്ല. ദൈവത്തിന് ഇഷ്ടമില്ലാതെ നമ്മൾ ചുമന്നുകൊണ്ട് നടക്കുന്നത്, അതിൻ്റെ അർത്ഥം നമ്മൾ പിശാചിൻ്റെ അടിമത്തത്തിലാണ് ഉള്ളത്. കർത്താവ് യേശു പറഞ്ഞ പരീക്ഷന്മാരോട്, നിങ്ങളും നിങ്ങളെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നു, ഞാനും എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നു. അപ്പോൾ അവരുടെ പിതാവ്, ഈ ദുഷ്ടന്റെ മക്കളുടെ പിതാവ് ദുഷ്ടനാണെന്ന് വ്യക്തമായിട്ട് കർത്താവ് യേശു പറഞ്ഞില്ലേ? അപ്പൊ 2 പിതാവുണ്ട്, ഒന്ന് ദുഷ്ടൻ, ഒന്ന് ദൈവം. അപ്പൊ ദുഷ്ടന്റെ മക്കൾ എന്ത് ചെയ്ത് അപ്പൻ്റെ ആ സ്വഭാവം അവർ കാണിക്കുന്നു. ദൈവ മക്കള് ദൈവത്തിന്റെ സ്വഭാവം കാണിക്കണം. നിങ്ങളെ പിതാവ് സൽഗുണ സമ്പൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണ സമ്പൂർണരായിട്ടിരിക്കണം. അപ്പം നമ്മൾക്ക് ആ സൽഗുണ സമ്പൂർണത വരാൻ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കണം. പരിശുദ്ധാത്മാവിനെ കൊണ്ട് നമ്മൾ നിറയണം. നമുക്ക് എല്ലാം അറിയാവുന്ന ഭാവം ഒരിക്കലും നമുക്ക് പാടില്ല. സ്തോത്രം, നമുക്ക് എല്ലാം അറിയാവുന്ന ഭാവമല്ല അവിടെ, ഇത് കൃപയാണ്. ഇതേ നമുക്ക് പറയാൻ പറ്റും, ഇത് കൃപയാണ്. വചനം തിരിച്ചറിയുന്നതും നന്മ തിന്മകളെ തിരിച്ചറിയുന്നതും പാപബോധനം പ്രബോധനം നമുക്ക് ലഭിക്കുന്നതിന് കൃപയാലാണ്, അല്ല നമ്മൾ പഠിച്ചതുകൊണ്ടൊന്നുമല്ല. ഈ കൃപ ദൈവത്തിന്റെ ദാനമാണ്. സ്തോത്രം. ഈ കൃപയിൽ നമ്മൾക്ക് എന്താ വർദ്ധിക്കുന്നത്? യഹോവ ഭക്തി, ദൈവഭയം. അതുകൊണ്ടാണ് കർത്താവ് യേശു പറഞ്ഞത്, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ സ്വർഗ്ഗരാജ്യത്തിൽ കടക്കത്തില്ലെന്ന്. അവൾ ശിശുക്കളെ പോലെ ആകുമെന്ന് പറയുന്നത് എന്താണ്? അബ്രഹാം ദൈവം പറഞ്ഞു, അബ്രഹാമേ നീ എൻ്റെ മുമ്പാകെ നിഷ്കളങ്കനായി നടക്കാം. സ്തോത്രം. അപ്പോൾ അബ്രഹാമിനെ ഒരു കുറവ് ദൈവം കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അബ്രഹാമിന് വാഗ്ദത്തം ലഭിച്ചിട്ടും 10-25 വർഷമായിട്ട് അബ്രഹാം നോക്കിയിരിക്കുക മക്കളാകാത്തതിന്. സ്തോത്രം. അന്നേരം വീണ്ടും ദൈവം വെളിപ്പെട്ട് പറയുക, അബ്രഹാമേ നീ എൻ്റെ മുമ്പാകെ നിഷ്കളങ്കമായി നടക്കാം. ശിശുക്കളെ മനസ്സെന്ന് പറഞ്ഞാൽ ഒന്നും ഹൃദയത്തിൽ അവർക്ക് വക്രതയില്ല. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ഏത് കുഞ്ഞുങ്ങൾ? ഇപ്പോഴത്തെ 10 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് എല്ലാം ഇതുണ്ട് അല്ലേ? അന്നത്തെ കാലത്ത് നമ്മളെ പോലെ 10, 14, 15 വയസ്സിൽ നമുക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇതുമില്ലായിരുന്നു. സ്തോത്രം. അപ്പോൾ ആ നിഷ്കളമായ ഹൃദയമാണ് ദൈവത്തിന് ആവശ്യം. ഹൃദയത്തിലാണ് പരിശുദ്ധാത്മാവ് വസിക്കേണ്ടത്. ദൈവം നമ്മൾ ഹൃദയത്തിലാണ് വസിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഹൃദയത്തിൽ എന്തുണ്ടായിരിക്കണം?
ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ഒരു ഭാവവും പാടില്ല നമുക്ക്. എളിമ ധരിക്കണം, താഴ്മ ധരിക്കണം. സ്തോത്രം. ഇതൊക്കെ എനിക്കില്ലായിരുന്നു ദൈവമക്കളെ കുറച്ച് കാലം മുമ്പേ വരെ. ഇപ്പോഴാണ് ഇതെല്ലാം ധരിക്കാൻ ദൈവം എന്നെ പഠിപ്പിച്ചത്. അതിനെന്നെ ദൈവ ശോധനയിൽ 3-4 വർഷം കൊണ്ട് ഒരു സ്ഥലത്ത് കൊണ്ടിട്ട് അവിടെ എനിക്ക് ശോധന വരേണ്ടതുപോലെ വന്നു. താഴ്മയും വന്ന്, എളിമയും വന്ന്, എല്ലാം വന്ന്. ഇത് തന്നെയാണ് മോശയ്ക്ക് സംഭവിച്ചത്. മോശയ്ക്ക് എല്ലാം അറിയാം, ഞാൻ ദൈവത്താൽ ജനിച്ചതാണെന്നുള്ള ഒരു ഭാവന ഉണ്ടായപ്പോൾ മോശ ദൈവം അത് ധരിക്കാൻ വേണ്ടി 40 വർഷം മോശ എവിടെ വിട്ട് ദൈവം? ആടുകളെ മേയ്ക്കാൻ വേണ്ടി. ആലോചിച്ച് നോക്കണം. ആരോട് സംസാരിക്കാനില്ല, വർത്താനം പറയാൻ ആരുമില്ലാതെ ആടുകളുമായിട്ടുള്ള ആ മൗനമായ നടപ്പിൽ മോശയ്ക്ക് എന്ത് വന്നു? സംഭവിച്ചു. ക്ഷമ ലഭിച്ചു, താഴ്മ ലഭിച്ചു. സ്തോത്രം. ഇതുപോലെ തന്നെ എനിക്ക് ലഭിച്ചു. എനിക്കിവിടെ വന്നപ്പോൾ ആരും സംസാരിക്കാനില്ല, പെരുമാറാനില്ല. സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം. ഇടപെടാൻ ആരുമില്ല. ഒറ്റയ്ക്കുള്ളൊരു അവസ്ഥ. ശരിക്കും പറഞ്ഞത് തടവ്. ആഹാരമുണ്ട്, എല്ലാം ഉണ്ട്, സുഖമാണ്, സുഖമാണ്. ഇത് ഇപ്പം ജയിലും അങ്ങനെ തന്നെയല്ലേ? അവിടെ എന്താ സംഭവിക്കുന്നത്? സ്തോത്ര ദൈവമക്കളെ, നമുക്ക് വരുന്ന താഴ്മ, എളിമ, ഇത് നമ്മൾ വന്നില്ലെങ്കിൽ നമ്മൾ സൽഗുണ സമ്പൂർണനായി തീരുന്നില്ല. അപ്പം ദൈവത്തിൻ്റെ യഹോവയുടെ ഭക്തി എന്താണ്? ദോഷത്തെ വെറുക്കുന്നതാണ്. ദോഷം കണ്ട് അതിനോട് കൂട്ടുകൊടുത്തില്ല, ദോഷത്തിന് സപ്പോർട്ട് ചെയ്യത്തില്ല. സ്തോത്രം. ദൈവം പറഞ്ഞു, എന്തുവാ? മൗനമായിരുന്നു യഹോവയെന്ന് അറിഞ്ഞുകൊള്ളണം. അപ്പം എല്ലാറ്റിനും സ്തോത്രം ഞാൻ കർത്താവ് നമ്മളെ പഠിപ്പിച്ചത്. സ്തോത്രം. നമ്മളോ എല്ലാത്തിനും മറുപടി പറയും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവനാഥന് മഹത്വം. മിണ്ടാതിരിക്കുന്നത് നമ്മൾ മിണ്ടാതിരിക്കുന്നുണ്ടോ? സ്തോത്രം. നമ്മൾ ദോഷം കണ്ടാൽ നമ്മൾ അത് എതിർക്കുന്നില്ലേ? അതിൻ്റെ ആവശ്യം നമുക്കുണ്ടോ? ദൈവം അങ്ങനെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ദൈവം പറയാത്തതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവമക്കളെ, നമ്മൾ ദോഷം തിരിച്ചറിയണം. നമ്മളതിനെ എടുത്തു കളയണം. നമ്മൾ മറ്റുള്ളവരെ ദോഷം എടുത്തു കളയാനും മറ്റുള്ളവരെ ക്ലിയർ ചെയ്യും. ഞാൻ സത്യം പറയട്ടെ, എനിക്ക് ക്ലിയർ ആകാത്ത ഭാഗം ഞാൻ മറ്റുള്ളവരോട് ആ ടോപ്പിക്ക് സംസാരിക്കത്തേയില്ല. എന്നുവെച്ചാൽ എൻ്റെ ഭാഗം അവിടെ ക്ലിയർ അല്ല. എനിക്ക് ആ ഭാഗം ക്ലിയർ ആയെങ്കിൽ തീർച്ചയായിട്ടും ആ ഭാഗത്തെക്കുറിച്ച് സംസാരിക്കും. ഇല്ലെങ്കിൽ എന്താ സംഭവം എന്ന് പറഞ്ഞു? ഇല്ലെങ്കിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കള്ളരെന്ന് പറയും. നമ്മൾ വിരൽ ചൂടുന്നവരും ഭക്ഷണത്തെ സംസാരിക്കുന്നവരാകരുത്. അതുകൊണ്ട് സാത്താൻ്റെ പള്ളിക്കാരെന്ന് വെളിപ്പാട് പുസ്തകത്തിന് ഇത്ര വ്യക്തമായി എഴുതുന്നത്. അപ്പോൾ സാത്താനും പള്ളിയുണ്ട്. അപ്പോൾ സാത്താൻ്റെ പള്ളിക്കാരെന്ന് പറഞ്ഞാൽ എന്താ കാര്യം? യേശുവിൻ്റെ വചനം എടുത്തുകൊണ്ട്, യേശുവിൻ്റെ പേരും എടുത്തുകൊണ്ട് കള്ളൻ. മനസ്സിലായില്ലേ? സോദര കർത്താവ് യേശു തന്നെ പറഞ്ഞു, അനവധി കള്ള ക്രിസ്തുക്കൾ എഴുന്നേറ്റ് വരും. കർത്താവ് യേശു തന്നെ പറഞ്ഞു, എല്ലാം യേശു പഠിപ്പിച്ചിട്ടാണ് പോയത്. എവിടുന്ന് വരുന്ന പറഞ്ഞത്? പള്ളിക്കകന്ന് അനവധി കള്ള ക്രിസ്തുക്കൾ എഴുന്നേൽക്കും. കള്ള ക്രിസ്തു എന്നല്ല, കള്ള ക്രിസ്തുക്കൾ എഴുന്നേൽക്കും. ഇതെന്ത് സംഭവിക്കും? എല്ലാവരും വഴിതെറ്റിക്കും. ഇതന്നെ ഇന്ന് സംഭവിച്ചത്. അപ്പോൾ കർത്താവ് യേശു അതിനും പ്രതിവിധി തന്നു, ഫലം കൊണ്ട് വൃക്ഷത്തെ തിരിച്ചറിയണം. ഒരു മനുഷ്യന്റെ വായിൽ നിന്ന് വരുന്ന ഫലം കൊണ്ട് ആ വൃക്ഷം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ദൈവമക്കളെ, നമ്മളും ദൈവത്തിന് ശിക്ഷയിൽപ്പെട്ടിരിക്കും. നമ്മൾക്കൊരു ഉന്നത ഉയർച്ച നമ്മൾ കാണത്തില്ല. നമ്മൾ കർത്താവിനെയാണോ ഭയപ്പെടുന്നത്? പിശാചിനാണോ ഭയപ്പെടുന്നത്? നമ്മൾ കർത്താവിനെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുടെ ദൈവഭക്തിയുണ്ട്. ദൈവഭക്തന്മാർ ദോഷത്തെ വിട്ടകലുന്നവരായിരിക്കും. അതുകൊണ്ടാണ് യോബിനെ കൊണ്ട് പറഞ്ഞത്, യോബ് ദോഷം വിട്ട് അകലുന്നവനല്ലോ. സ്തോത്രം. അപ്പൊ ദോഷം വരാഞ്ഞിട്ടില്ല, അതിന് വിട്ടകന്നു പോകും. സ്തോത്രം. ദൈവനാഥൻ അപ്പോസ്തലന്മാർ എത്രമാത്രം ലേഖനം എഴുതിയിട്ടുണ്ട്. അതിലെ പഠിച്ച് പ്രസംഗിക്കാനുള്ളത് മാത്രമല്ല, നമ്മൾ ആ ദോഷം തിരിച്ചറിഞ്ഞ്, നമ്മളെ ഉള്ളിലെ ഏറ്റവും വലിയ ദോഷം ഇത് തന്നെയാണ് വിരൽ ചൂടുന്നൊരു ദോഷം. സ്തോത്രം. ആ ദോഷം നമ്മുടെ ജീവിതത്തിലെ വലിയ പാപം തന്നെയാണ്. കൊലപാതകത്തിനേക്കാൾ വലിയ പാപം. സഹോദരനെതിരെ നമ്മൾ വിരൽ ചൂണ്ടിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് യേശു പറഞ്ഞു, ഈ ചെറിയവരിൽ ഒരുവനൊരു ഇടർച്ച ആര് കാരണം ഉണ്ടാകാൻ പാടില്ല? നമ്മൾ കാരണം ഉണ്ടാകാൻ പാടില്ല. ആ സഹോദരന്റെ കയ്യിൽ ഒരു തെറ്റോ കുറ്റോ കുറഞ്ഞ അതിനെ ചൂണ്ടിക്കാണിച്ച് മറ്റുള്ളവരോട് പറഞ്ഞിട്ട് അവനൊരു ഇടർച്ചയാകുന്ന അതിൻ്റെ അർത്ഥം. ആ സഹോദരനെ വചനപ്രകാരം ഉപദേശിച്ച് മകന് വേണ്ടി പ്രാർത്ഥിച്ച്, മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവനെ അനുഗ്രഹമാക്കി മാറ്റാൻ നമ്മളെ കൊണ്ട് കഴിയണം. നമ്മൾ ദൈവം കൃപയാലെ വിളിച്ച് വേർതിരിച്ച് അനുഗ്രഹിച്ചതല്ലേ അല്ലേ? സ്തോത്രം. അപ്പം നമ്മൾ മറ്റുള്ളവരെ നോക്കിയത് പറയാൻ പാടില്ല, അവർ ശരിയല്ല, ഇവർ ശരിയല്ല. അതും പാവമാണ്. അവർ ശരിയില്ലാഞ്ഞിട്ടല്ല, അവർക്ക് പ്രബോധനം കിട്ടിയിട്ടില്ല, അവർക്ക് അതിൻ്റെ അറിവ് കിട്ടിയിട്ടില്ല, അവർക്ക് അതിനെക്കുറിച്ച് യാതൊരു ബോധവുമില്ല. അവരപ്പോൾ ശരിയില്ല നമ്മളെങ്ങനെ പറയും? നമ്മൾ ശരിയായിട്ടാണോ ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചല്ല, നമ്മൾ പാപികളായിട്ടാണ്. നമ്മൾക്ക് പാപികളായിട്ട് നമ്മളെ വിളിച്ച് വേർതിരിച്ച് നമ്മളെ പാപത്തെ കഴി വിശുദ്ധീകരിച്ച് നമ്മൾ നീതിമാന്മാരാക്കിയ ദൈവം നമ്മൾ മറ്റുള്ളവരെ വിരൽ ചൂണ്ടി സംസാരിക്കുന്നു. സ്വതന്ത്രം. നമ്മൾ വിശ്വാസികളെ നമ്മൾ സ്വർഗത്തിൽ പോകുന്നു. എവിടെ പോകും? എങ്ങും പോകത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ദൈവനാഥൻ. കർത്താവിൻ്റെ കൂടെ നടന്നുകൊണ്ട് പാതാളത്തിൽ പിശാചിന് നമ്മളെ വേണ്ടായിരിക്കും. ചിലപ്പോൾ അവൻ നമ്മൾ അവിടെ ചെന്നാൽ അവനെ അതിലും കൂടെ ഉപദ്രവിക്കും. പക്ഷെ നമ്മൾ ഭൂമിയിൽ ജീവിച്ചപ്പോൾ കർത്താവിൻ്റെ പേരിലാണ് ജീവിച്ചത്.
അങ്ങോട്ട് പോകാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല കേട്ടോ. സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കളെ, ദൈവനാമത്തിൻ്റെ മഹത്വം, നമ്മുടെ പ്രബോധനം കേൾക്കണം, അതനുസരിക്കണം, വചനം ധ്യാനിക്കണം. ദൈവമക്കളെ, ഞാൻ ഒന്നിനും കൊള്ളാത്ത എല്ലാ ഭൂഷണം പറഞ്ഞ അതുപോലെ ദുർസ്വഭാവമുള്ള സ്ത്രീയായിരുന്നു ഞാൻ. എൻ്റെ കർത്താവിൻ്റെ അഭിഷേകം എൻ്റെ മേൽ വന്ന് അന്ന് മുതൽ ഞാൻ എല്ലാ ദോഷം മാറുമ്പോൾ അവരൊക്കെ ചോദിക്കും, നീ പണ്ട് അങ്ങനെ പറഞ്ഞിട്ടില്ലേ, നീ പണ്ട് അങ്ങനെ. എൻ്റെ മക്കൾ ചോദിച്ചു, അമ്മ പണ്ട് ഇങ്ങനെ അല്ലായിരുന്നോ, പിന്നെ അമ്മ ഇതിൽ ഇപ്പം അവരെ പറയുന്നത് എന്ന് ചോദിക്കും. സ്തോത്രം. ഞാൻ ചോദിച്ചത് അമ്മ പണ്ടല്ലേ, ഇപ്പൊ നമുക്ക് മാറിയല്ലോ, ആ അമ്മയാണ് ഇപ്പൊ നിൽക്കുന്നത്. ഞാൻ ആ മക്കളോട് ചോദിക്കും, മറ്റുള്ളവരോട് ചോദിക്കും, അത് പണ്ടല്ലേ. സ്തോത്രം. അതപ്പോൾ നമുക്ക് രൂപാന്തരം വരണം. നമ്മൾ പരിശുദ്ധാത്മാവിൽ ജീവിക്കണം. പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയിലും സഹവാസത്തിലും ജീവിക്കണമെങ്കിൽ ദൈവമക്കളെ, നിരന്തരം പ്രാർത്ഥനയും വചനം ധ്യാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അവിടെ അല്പം ഇവിടെ അല്പം, ചട്ടത്തിന്മേൽ ചട്ടം, സൂത്രത്തിന്മേൽ സൂത്രം എന്ന് പറഞ്ഞ് നടക്കുന്നൊരു വിശ്വാസം നമ്മളാകരുത്. നമുക്ക് തന്നെ പരിശോധിക്കണം, നമ്മൾ ദൈവം ഇതിലാണോ, നമ്മൾ വായിൽ എന്തെങ്കിലും ദോഷമുണ്ടോ, ഹൃദയത്തിൽ എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഹൃദയത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ മാറ്റിയിട്ട് അവിടെ കൃപ നിറയ്ക്കാൻ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങൾ അദ്ദേഹം നമ്മൾ അനുഗ്രഹിക്കട്ടെ. സർവശക്തനെ കൊണ്ട് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.